വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1, 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ആദ്യ ശിഷ്യന്മാർ. അടുത്ത ദിവസം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു കടന്നു വരുന്നത് കണ്ടു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തന്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ ക്രിസ്തുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ എന്നു നീ വിളിക്കപ്പെടും. യേശു ശിഷ്യ സമൂഹത്തിന് രൂപം കൊടുക്കുന്ന ശ്രമത്തിൽ. യോഹന്നാൻ നാംദാന തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമൊത്ത് സംഭാഷണത്തിലേർപ്പെട്ട ഒരു ദിവസം അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അകലെ നിന്ന് ഒരു വ്യക്തി നടന്നു വരുന്നത് യോഹന്നാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. യോഹന്നാൻ ആ വ്യക്തിയെ നോക്കിയപ്പോൾ മനസ്സിലായി, അത് സാക്ഷാൽ യേശുക്രിസ്തു ഗാലിലിയിൽ നിന്ന് യോർദാൻ നദീ തടത്തിലേക്ക് വരികയാണ് എന്ന്. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, ഇതാ നോക്ക്, ആ നടന്നു വരുന്ന വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് നടന്നു വരുന്നത്. ഇത് തങ്ങളുടെ ഗുരുവിൽ നിന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ അടുത്ത് ചെല്ലാൻ ആ ശിഷ്യന്മാർക്ക് പ്രചോദനമുണ്ടായി. ആ ശിഷ്യന്മാരിൽ ഒരാൾ ശിമയോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു എന്ന് സുവിശേഷകനായ യോഹന്നാൻ നമ്മോട് പറഞ്ഞു തരുന്നു. മറ്റേയാൾ ആരെന്ന് വ്യക്തമല്ല. അത് സ്വയം തന്നെ ആകാനാണ് സാധ്യത. അവർ 2 പേരും തങ്ങളുടെ ഗുരുവായ യോഹന്നാൻ മാംദാനയുടെ അനുഗ്രഹത്തോടുകൂടെ യേശുവിനെ അനുഗമിക്കുന്നു. നടന്നു പോകുന്ന യേശുവിന്റെ പുറകെ ആരോ 2 പേര് വരുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് യേശു തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ആ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? അങ്ങയെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. യേശു വളരെയേറെ ഔദാര്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അവരെ സ്വീകരിക്കുന്നു. ഞാൻ താമസിക്കുന്ന സ്ഥലവും ഞാൻ ചെയ്യുന്ന ജോലികളും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, അവർ 2 പേരും യേശുവിന്റെ പുറകെ പോയി. യേശുവിനോട് കൂടെ അന്ന് രാത്രി അവിടെ താമസിക്കാൻ ഇവിടെ വന്നു. യോഹന്നാൻ ആയിരിക്കണം അതിൽ മറ്റേ ശിഷ്യൻ എന്നുള്ളതിന് തെളിവ്. കൃത്യമായിട്ട് ആ സമയം എത്രയായിരുന്നു എന്ന് യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ് സുവിശേഷത്തില്. 10-ാം മണിക്കൂറായിരുന്നു അത് എന്ന് യോഹന്നാൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. നമ്മുടെ സമയം അനുസരിച്ച് ഉച്ച കഴിഞ്ഞ് 4 മണിയായിരിക്കണം അത്. അങ്ങനെ യേശുവിനെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും യേശുവിൽ നിന്ന് പലതും ഉൾക്കൊള്ളുന്നതിനും സാധിച്ചാണ് അവർ തിരിച്ച് പോന്നത്. അതോടുകൂടി തന്നെ യോഹന്നാൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, അതിനു മുമ്പ് തന്നെ അന്ത്രയോസിന്റെ സഹോദരനായിട്ടുള്ള ശിമയോൻ പത്രോസ് യേശുവിനെ കാണാനിടവരികയും യേശു ശിമയോൻ എന്നുള്ള പേരിന് പകരം പത്രോസ് എന്ന പേര് അവന് നൽകി ശിഷ്യന്മാരുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് യോഹന്നാന്റെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. അങ്ങനെ യേശു തന്റെ ദൗത്യ നിർവഹണം ഫലപ്രദമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടി
ശിഷ്യന്മാരുടെ ഒരു ചെറു സംഘത്തെ രൂപപ്പെടുത്തുന്ന അവസരത്തിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ എന്ന് വിളിക്കാവുന്ന തന്റെ ആദർശത്തിലുള്ള 4 പേരെ യേശു കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ശിമയോൻ പത്രോസ്, അന്ത്രയോസ്, യോഹന്നാൻ, യാക്കോബ്, ഇവരായിരിക്കണം അവർ 4 പേർ.